കാര്യം മനസ്സിലാക്കണം. യു മെസ്ഡ് അപ്പ് വിത്ത് എ റോങ് ഗൈ മാൻ, നോട്ട് എ റോങ് ഗൈ, റോങ് കപ്പിൾ. നീ പല കപ്പിൾസിനെ ഇതേപോലെ പണി കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് ഒരു ദിവസം മതിയായിരുന്നടാ നിന്നെ കണ്ടുപിടിക്കാൻ, ഒറ്റ ദിവസം. ഞാനത് തുനിഞ്ഞിറങ്ങാതിരുന്നാണ് ഞാൻ ഇത് ഇത്ര നാൾ ചെയ്തത്. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഫ്രണ്ടിൽ വെച്ച ആ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ നമ്മൾ സുജിത്തേട്ടൻ്റെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരുപാട് നാളായിട്ട് എന്താ പറയുക, ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിന് ഒരു ഫേക്ക് ഐ ഡി മറ്റും ഉപയോഗിച്ചിട്ട് എന്താ പറയുക, വളരെ മോശമായ രീതിയിലൊക്കെ അവരിനെ ഒരു മെൻ്റൽ ട്രോമ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. സോ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്കെതിരെയും അത് ഒരുപാട് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് പല വീഡിയോസിലും അദ്ദേഹം ഇത്തരം എന്താ പറയുക ബോഡി ഷെയ്മിങ് കാര്യങ്ങളായാലും വളരെ മോശമായ കമൻസുകളും ഒക്കെ തന്നെ ചെയ്യുന്ന പല ആളുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു അതിര് വിട്ട് എന്താ പറയുക, എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റും ക്രോസ് ചെയ്ത് എന്നെ ആരും തൊടാൻ പറ്റില്ല എന്നുള്ളൊരു ലെവൽ വരെ എത്തി. അങ്ങനെയാണ് എന്താ പറയുക സഹിക്കെട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇവനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലൂടെ എന്താ പറയുക സുജിത്തേട്ടൻ്റെ വൈഫൊക്കെ കൂടെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത്. അവർ ഇവനെതിരെ എന്താ പറയുക നമ്മളെ സൈബർ ക്രൈമിൽ ഒരു മാസം മുമ്പേറ്റോ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അതിനുശേഷം സുജിത്തേട്ടൻ്റെ രീതിയിൽ എന്താ പറയുക ഇവനെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. സോ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മൾ സൈബർ ക്രൈമിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ മൊഴിയെടുക്കാനോ മറ്റോ ഒന്നും തന്നെ വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു എന്താ പറയുക ഇനിയിപ്പോൾ ഇത് പോലീസിനെതിരെ അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്താ പറയുക ആ വീഡിയോ എന്താ പറയുക അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു എന്താ പറയുക അവർ തന്നെ സർപ്രൈസ്ഡായ രീതിയിൽ പറയുന്നത് തോന്നി. കാരണം ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ശേഷം ആകെ കൂടി ഒരു പ്രാവശ്യം ഒരു ശ്വേത ചേച്ചിനെ വിളിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം യാതൊരു കൈൻഡ് ഓഫ് കോൺവെർസേഷനോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരൊന്ന് ഡയറക്റ്റായിട്ട് സൈബർ ക്രൈം അവിടെ പോയി ഇവർ ശേഖരിച്ച്, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം അത് ടെക്കീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കമ്പ്യൂട്ടർ ഗീക്സ് വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് അവരെ വിളിക്കാം. സോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിന് റീച്ച് ഔട്ട് ചെയ്തിരുന്നു ടു ഫൈൻഡ് ഔട്ട് സം ഇൻഫോർമേഷൻ അബൌട്ട് ദിസ് ഗായ്. സോ അങ്ങനെ ഇദ്ദേഹത്തിന് വിത്ത് ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷനും മറ്റുമൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇവർ ആ സൈബർ ക്രൈമിൽ പോയതിന് ശേഷം നോക്കുമ്പോൾ നമ്മൾ കേരള പോലീസും അല്ലെങ്കിൽ സൈബർ ക്രൈം ടീമും തന്നെ ശ്വേത ചേച്ചിയുടെ കംപ്ലൈൻറ്റ് കിട്ടിയ ആ ഒരു അന്ന് ദിവസം മുതൽ തന്നെ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. അവർ കളക്ട് ചെയ്ത ഇൻഫോർമേഷനും അതുപോലെ തന്നെ സുജിത്തേട്ടൻ അവർക്ക് സബ്മിറ്റ് ചെയ്ത ഇൻഫോർമേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു. ദേ ആർ 99% ഷുവർ ഹൂ ഇസ് ദിസ് ഗായ്. 99% എന്നല്ല 100% അടക്കം ശരിയാണ്. ഈസ് ഫ്രം US ബോസ്റ്റൺ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി നാട്ടിലെവിടെ പഠിച്ചെന്നുള്ള കാര്യങ്ങളടക്കം അവർ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം ഫേക്ക് അതായത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഒരു ഫേക്ക് ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് എന്തും പറയാം സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതിനൊക്കെ തന്നെ ഈ ഒരു അതായത് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഏതവനായാലും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പോൾ സുജിത്തേട്ടനും ഫാമിലിയും എന്താ പറയുക നമ്മളെ മുമ്പിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഓരോ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ നോർമൽ ഇൻഡിവിജ്വൽ പീപ്പിൾ, സെലിബ്രിറ്റീസ് തന്നെ ആവണമെന്നില്ല, ഒരുപാട് കോമൺ ജനറൽ പബ്ലിക് പീപ്പിൾസ് പോലെ ഇത്തരം ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ പല ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് മോശമായി അവരെ പോർട്രേ ചെയ്യുന്ന രീതിയിലുള്ള ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സോ ഇത് തീർച്ചയായും എന്താ പറയുക വിചാരിച്ചാൽ എന്തും നമുക്ക് കണ്ടുപിടിക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈബർ ക്രൈം അല്ലെങ്കിൽ ജനറൽ പീപ്പിൾ. അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് പിടിച്ചുള്ളൂ നിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് കളക്ട് ചെയ്യാമെന്നുള്ളത്. സോ തീർച്ചയായും അദ്ദേഹം തന്നെ അവരുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും, അതിനുള്ള കേരള പോലീസ് അവനെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം പോലും ആ വീഡിയോയിൽ അവർ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോസ് കാണാത്തവർ തീർച്ചയായും വീഡിയോസ് കാണണം. കാരണം പലരും ഇത്തരം വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും സോഷ്യൽ മീഡിയ. കാരണം സോഷ്യൽ മീഡിയ എന്നൊരു സ്ഥലം എന്താ പറയുക നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. സോ ഇത്തരം ആളുകളെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ ഇപ്പോൾ കൂടി. കാരണം മുമ്പത്തെ പോലത്തെ കാര്യങ്ങൾ ടെക്നോളജീസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി. സോ നമ്മൾ പോലീസാണെങ്കിലും നമ്മൾ വിചാരിക്കും അവരൊന്നും ചെയ്യുന്നില്ല, കംപ്ലൈൻറ്റ് അങ്ങനെയല്ല,
അവരും ബാക്ക്ഗ്രൗണ്ടിൽ പണി നടത്തുന്നുണ്ടാവും. സോ അത് ഈ ഒരു വീഡിയോയിൽ അവർ വളരെ കൃത്യമായി പറയുന്നത്. അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ പോകുമ്പോൾ അവരും ഇത്തരം എവിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുമെന്ന് അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇനിഷ്യലി പറഞ്ഞിരുന്നു അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൾ അല്ലാതെ വീണ്ടും അതിനെക്കുറിച്ചുള്ള വേറെ ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇവർ സബ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനും അവർ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനും 99% മാച്ചാണ്. സോ ദേ നോ ഹൂ ഈസ് ദറ്റ് ഗായ്. സോ കൂടിയ വേഗം തന്നെ ആ ഒരു വ്യക്തിയുടെ ഫേസ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അക്കൗണ്ടും എല്ലാം തന്നെ പൂട്ടി എന്താ പറയുക ബ്ലാക്ക് ഔട്ട് ആയ രീതിയിലാണെന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു വ്യക്തി. പല ഫാമിലി യൂട്യൂബേഴ്സിനെയും വളരെ മോശമായി രീതിയിൽ എന്താ പറയുക സംസാരിക്കുന്ന ആ ഒരു വ്യക്തി ആരായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ തീർച്ചയായും സുജിത്തേട്ടൻ്റെ ചാനലിലൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഒരു ചെറിയ വീഡിയോ ആണ്. എന്തായാലും സുജിത്തേട്ടൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാം. എല്ലാവരും കണ്ടിരിക്കും തന്നെ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് എന്താ പറയുക ഒരു ഫേമസ് ആയ ഒരു ട്രാവലറാണ്. സോ ഒരുപാട് ഫാൻസ് ഉള്ളൊരു വ്യക്തിയാണ്. സോ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു.